ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സീരീസിൽ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നീങ്ങുകയാണ്. ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പല ഇൻവെസ്റ്റേഴ്സിനും പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പല തരത്തിലുള്ള റിട്ടേൺസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റിന് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പല ഒബ്ജക്റ്റീവ്സ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് എവിടെയൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ, അതുകൂടി നമ്മൾ നോക്കാം. എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് അവൈലബിൾ, എവിടെയെല്ലാം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, സോ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഈ മോഡ്സിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ തിരിക്കും. നമ്മൾ മോഡ്സിനെ രണ്ട് തരത്തിൽ തിരിക്കും. ഒന്ന് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്. ഇതെന്താന്ന് ഞാൻ പറയാം. അതിന്റെ മുൻപേ നമ്മൾ പറഞ്ഞു ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ ഒത്തുചേർത്തിട്ട് അയാൾക്ക് ഫേവറബിൾ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അതിനെ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിച്ചു. അപ്പൊ ആ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയണം. ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവും ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവും, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിനെ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കും. വേറെ പല രീതിയിലുള്ള കാറ്റഗറീസ് ഉണ്ട്, പക്ഷെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഈ കാറ്റഗറിയാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ, അതായത് നിങ്ങളെ എന്നെയും പോലത്തെ സേവിങ്സ് ഉള്ള ഒരാള് സ്വന്തമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട്, മറ്റൊരാളെ സ്റ്റഡിയിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ക്യാഷ് ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഏൽപ്പിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അനാലിസിസ് നടത്തി നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താ നോക്കാം. നമുക്ക് അതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ നോക്കാം. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് are those where the individual makes his own choice and takes his own investment decision. ഓക്കെ, ഇവിടെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ഒക്കെ എടുക്കുന്ന ആരാണ്? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്. ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ആർ ദോസ് വേർ ഇൻവെസ്റ്റേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. ഇവിടെ പൈസ കൊടുക്കുന്നത് ഇൻവെസ്റ്റർ തന്നെയാണ്, പക്ഷെ കൊടുത്ത പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റൊരാളാണ്. ഇവിടെ ഇൻവെസ്റ്റർ മറ്റൊരു ഓർഗനൈസേഷന്റെ കയ്യിലേക്ക് ക്യാഷ് ഏൽപ്പിക്കുകയാണ്. ആ ഓർഗനൈസേഷൻ ആണ് തീരുമാനിക്കുന്നത് ആ എമൗണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന്റെ ഡിസിഷൻ എടുക്കുന്നൊക്കെ ഓർഗനൈസേഷൻ ആണ് ഓൺ ദ ബിഹാഫ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫിക്സ്ഡ് റിട്ടേണും കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നിലും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിലും ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിലും വരുന്ന പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സോ ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിനെ ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാം. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിനെ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യും. ഫിക്സ്ഡ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ്, വേരിയബിൾ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ്, നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിനെ തന്നെ ചിലത് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ, അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഓപ്പൺ മാർക്കറ്റിൽ കൊണ്ടുപോയി ഡീല് ചെയ്ത് പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിന്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ്. ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ നെയിം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും എന്താന്നുള്ളത്. ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ റിട്ടേൺ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, നമ്മൾ ഇന്ന് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് ഒരു ലോസും ഇല്ലാതെ അവിടെ നിൽക്കും, അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. അത് സെർട്ടൈനിറ്റിയോടെ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അതിന്റെ റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് അറിയാം. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഫിക്സ്ഡ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ദോസ് ഇൻ വിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് ദ മെച്യൂരിറ്റി വാല്യൂ ആർ നോൺ വിത്ത് സെർട്ടൈനിറ്റി. നമുക്ക് സെർട്ടൈൻ ആയിട്ട് അറിയാൻ പറ്റും അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടും എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് ക്യാഷ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ
ക്യാഷ് കയ്യിൽ വെക്കുകയാണെങ്കിൽ, നമ്മൾ ബാങ്ക് ലോക്കറിൽ വെക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ക്യാഷ് ബോക്സിൽ വെക്കുകയാണെങ്കിലും അതിന് എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്, അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഒരു റുപ്പി വാല്യൂ ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിലും 10 വർഷം കഴിഞ്ഞ് ആ 100 രൂപ നിങ്ങൾ ആ കയ്യിൽ വെച്ചാലും അതിന് നിങ്ങൾ ചെലവാക്കാണ്ട് കയ്യിൽ വെച്ചാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെന്തുണ്ട്, ഒരു മാർക്കറ്റിൽ അതിനൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഓക്കെ, അടുത്തതാണ് സേവിങ്സ് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ബാങ്ക് ഡെപ്പോസിറ്റും ഒരു ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ് ആണ്. കാരണം ബാങ്ക് ഡെപ്പോസിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടേം, എത്ര കാലത്തേക്കാണ് നിങ്ങൾ ബാങ്കിൽ വെക്കുന്നത്, അത് സേവിങ്സ് ആണോ അല്ലെങ്കിൽ കറന്റ് ആണോ അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്സ് ആണോ എന്ന ബേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ സേവിങ്സിലാണെങ്കിൽ നിങ്ങൾക്ക് 3 to 4% റിട്ടേൺ കിട്ടും, ഫിക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 7 to 8% റിട്ടേൺ കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതാണ് അടുത്ത ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് സേവിങ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സേവിങ്സ് സർട്ടിഫിക്കറ്റ്. സേവിങ്സ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് സേവിങ്സ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോട്ടോ അവിടെ കാണാൻ പറ്റും. സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട ഒരു കാര്യമാണ്. ഇത് സേവിങ്സ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഫോർ എ സ്പെസിഫിക് സം ഓഫ് മണി ഇൻ സേവിങ്സ് അക്കൗണ്ട്, എസ്പെഷ്യലി എ ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സ്ഡ് ടേം അറ്റ് എ സ്പെസിഫൈഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ആൾക്കാരുടെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സേ 50,000, 5,000, 10,000 അങ്ങനെയുള്ള എമൗണ്ട്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ, അത് ഗവൺമെന്റ് ഏജൻസി ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസി ആവാം, അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു ഫിക്സ്ഡ് ടേമിലായിരിക്കും, സേ 2 കൊല്ലത്തേക്ക്, 5 കൊല്ലത്തേക്ക്, 20 കൊല്ലത്തേക്ക്, അങ്ങനെ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ഇയേഴ്സിന് വേണ്ടിയായിരിക്കും. അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, അത്ര ഇയേഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആനുവലി നിങ്ങൾക്ക് എന്ത് കിട്ടിക്കൊണ്ട് നിൽക്കും, റിട്ടേൺ ഇൻ എ ഫിക്സ്ഡ് പെർസെന്റേജിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ട് നിൽക്കും. ഇതാണ് നെക്സ്റ്റ് വൺ, സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മെച്യൂരിറ്റി പീരീഡ് ആർ മെൻഷൻഡ് ഓൺ ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ടാക്സ് ബെനിഫിറ്റ്സും ഉണ്ട്. നിങ്ങൾക്കറിയാം ടാക്സിൽ ഡിഡക്ഷൻസും അവൈലബിൾ ആണ് സേവിങ് സർട്ടിഫിക്കറ്റ്സിന്. സം ഓഫ് ദ സേവിങ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ്, നിങ്ങൾ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സം ഓഫ് ദ സേവിങ് സർട്ടിഫിക്കറ്റ്സിന്റെ എക്സാമ്പിൾസ് ഇതാണ്: ഇന്ദിര വികാസ് പത്ര, കിസാൻ വികാസ് പത്ര, സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന്. നിങ്ങൾ കേട്ടതായിരിക്കും ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, നെക്സ്റ്റ് അവന്യൂ ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് നമ്മൾ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഇത് ഗവൺമെന്റ് എഷ്യൂർ ചെയ്യണം. ഗവൺമെന്റ് അറ്റ് ടൈംസ് ഗവൺമെന്റിന് ക്യാഷിന് ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റിന് കുറച്ച് ഫിനാൻഷ്യലി എന്തെങ്കിലും നീഡ്സ് വരുമ്പോൾ, അതിന് ക്യാഷ് ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ബോണ്ട്സ് ഇറക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇറക്കും. അത് പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ വേണ്ടി പറ്റും. ഇതിനാണ് നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. Okay, so government securities applies to a range of investment products offered by government body. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കാം, അല്ലെങ്കിൽ കോസി ഗവൺമെന്റ് ബോഡീസും ഈ സെക്യൂരിറ്റീസ് ഇറക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ നോക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ റീപേയ്മെന്റ് എന്തായിരിക്കും, പ്രോമിസ്ഡ് ആയിരിക്കും. ഗവൺമെന്റ് ഇറക്കുന്നത് കൊണ്ട് തന്നെ മെച്യൂരിറ്റി പീരീഡിൽ ഇതിന്റെ റിട്ടേണും റീപേയ്മെന്റും നമുക്ക് എഷ്യൂർഡ് ആവാം. ചില സെക്യൂരിറ്റീസും നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റും കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതിന് റിസ്ക് കുറവാണ്. കാരണം ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതിനെ കൊണ്ട് തന്നെ ഇതിന്റെ റിട്ടേൺ കുറവായിരിക്കും. ഇപ്പൊ റിട്ടേൺ കുറവായത് കൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ താല്പര്യപ്പെടില്ല, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടില്ല. കാരണം റിട്ടേൺ കുറവായതുകൊണ്ട്. അടുത്തതുള്ളത് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 to 20 ഇയേഴ്സിലേക്കാണ് ഉണ്ടാവുക. മെച്യൂരിറ്റി പീരീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ റിട്ടേണും കൂടും. ആൻഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞു, അതിനെ കൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടില്ല. ഇതേപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലെ തന്നെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനീസ് ഇറക്കുന്ന സെക്യൂരിറ്റീസ് ആണ് ഈ കോർപ്പറേറ്റ് ബോണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഡിവെഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. A corporate bond is a bond issued by corporation in order to raise finance for a variety of reasons. ഈ കാര്യത്തിന് വേണ്ടി സെയിം ആസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ബട്ട് ഇതിന്റെ ഗവൺമെന്റ് സെക്യൂരിറ്റിന്റെ അത്ര സെക്യൂർഡ് അല്ല അത്. കോർപ്പറേറ്റ് കമ്പനിക്ക് ഇൻ കേസ് ലോസ് ഉണ്ടായാൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ റെയർ ആയിട്ട് ഇതിന്റെ വാല്യൂ എന്താവാൻ സാധ്യതയുണ്ട്, ഡിക്രീസ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫിക്സ്ഡ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്
വേരിയബിൾ പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെച്യൂരിറ്റിയിൽ അതിന്റെ വാല്യൂ എന്താണ് അല്ലെങ്കിൽ റേറ്റ് എന്താണുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറയുന്നു. വേരിയബിൾ പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് ഹൂസ് മെച്യൂരിറ്റി വാല്യൂ ഈസ് നോട്ട് നോൺ വിത്ത് സെർട്ടൈനിറ്റി. മെച്യൂരിറ്റി ആകുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് സെർട്ടൈൻ ആയിട്ട് അറിയാത്തതാണ് എന്ത് എന്ന് പറയുന്നത് വേരിയബിൾ പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ചിലപ്പോൾ ചില മാർക്കറ്റ് ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, അതിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്താലേ അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ് ആണ് അതിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. ആ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത് വേരിയബിൾ പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ദ ഓണർഷിപ്പ് ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആവുക. ഈ ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈ ഓണേഴ്സിന്റെ ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്താവും വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും, അതേപോലെ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും ഇക്വിറ്റി ഷെയർസിന്. ബട്ട് ഇവരുടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർക്ക് എത്രയാ റിട്ടേൺ എന്തായിരിക്കില്ല, ഫിക്സ്ഡ് ആയിരിക്കില്ല. പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താവും റിട്ടേൺ കൂടും, പ്രോഫിറ്റ് കുറയുന്നതിനനുസരിച്ച് കുറയും. അതേപോലെ തന്നെ ഇവരുടെ മെച്യൂരിറ്റി എപ്പോഴാണ് നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു കിട്ടുകയെന്ന് പറയാനും പറ്റില്ല. ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനിയിലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ ഇത് എന്ത് ചെയ്യേണ്ടി വരും, സെല് ചെയ്യേണ്ടി വരും. ഓപ്പൺ മാർക്കറ്റിൽ സെല് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിനാണോ അത് സെല് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർസ് വാങ്ങിയിരിക്കുന്ന 100 രൂപക്കായിരിക്കും, ചിലപ്പോൾ നമ്മളത് സെല് ചെയ്യാൻ പോകുമ്പോൾ അതിന് 50 റുപ്പീസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിന് 200 റുപ്പീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ മാർക്കറ്റ് കണ്ടീഷൻ. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് സെർട്ടൈനിറ്റിയിലൂടെ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെക്കൊണ്ടാണ് നമ്മൾ ഇതിന് എന്തിന്റെ കാറ്റഗറിയിൽ വരുത്തുന്നത് വേരിയബിൾ പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് വരുത്തുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഹാവ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ, അടുത്തതാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനിൽ നിന്നും 2 പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദേ ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ടു get the profit before it is distributed to equity shareholders, and they also have the preferential right to get the capital invested before any capital is given to preference shareholders. ഈ രണ്ട് പ്രിഫറൻസ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. പ്രിഫറൻസ് ഷെയർസിന് പക്ഷേ റിട്ടേൺ ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് പറയുമ്പോൾ തന്നെ എങ്ങനെയാ പറയാ, 8% പ്രിഫറൻസ് ഷെയർ, 10% പ്രിഫറൻസ് ഷെയർ എന്നാ പറയാം. അതിന്റെ അർത്ഥം എത്രയാണോ പ്രിഫറൻസ് ഷെയറിന്റെ വാല്യൂ അതിന്റെ 10% അതിന് എന്ത് കൊടുക്കണം, റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ കൊടുത്തിരിക്കണം. പക്ഷേ ഈ പ്രിഫറൻസ് ഷെയർസിന്റെ റേറ്റ് റിട്ടേൺ ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പൊ 10% പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ 1 lakh റുപ്പിയാണ് പ്രിഫറൻസ് ഷെയർ എങ്കിൽ അതിന് 10%, ദാറ്റ് ഈസ് 10,000 എല്ലാ വർഷവും എന്ത് ചെയ്തുകൊണ്ട് നിൽക്കണം, റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ പ്രിഫറൻസ് ഷെയറിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന എന്താണ്, അറ്റ് ദ മെച്യൂരിറ്റി പീരീഡ് പ്രിഫറൻസ് ഷെയറിന് എത്ര പ്രൈസ് ഉണ്ടാവുന്ന ഡിസൈഡ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ പോലെ തന്നെ എന്താണ് മാർക്കറ്റ് കണ്ടീഷൻസ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കൺവേർട്ടബിൾ. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചില ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ കൺവേർട്ടബിൾസ് എന്ന് പറയുന്നത്. ഈ കൺവേർട്ടബിൾസിന്റെയും എന്തല്ല മെച്യൂരിറ്റി വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അടുത്ത ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് ആണ് നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്. നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടാത്തത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിനൊക്കെ ഇപ്പൊ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും ഇക്വിറ്റി ഷെയർസ് ആയാലും പ്രിഫറൻസ് ഷെയർസ് ആയാലും ഇതിനൊക്കെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്, അവിടെ ബയ്യറും സെല്ലറും വരും, അതിനെ കൊണ്ട് പെട്ടെന്ന് അതിന്റെ എക്സ്ചേഞ്ച് നടക്കും. പക്ഷേ ഈ നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യില്ല, അങ്ങനെ ഇതിന്റെ എക്സ്ചേഞ്ച് നടക്കില്ല. അതിനാണ് നമ്മൾ നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് that is not traded on a public exchange as stocks and bonds. That is, they cannot be easily bought or sold on demand as on exchange, as no exchange exists for trading them. Non-security are also known as real assets. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റ്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്കറിയാം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. റിയൽ എസ്റ്റേറ്റിന്റെ റിട്ടേൺ എങ്ങനെയാവുന്നുള്ളതും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റിയൽ എസ്റ്റേറ്റിന് എന്താ ഉണ്ടാവുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഇന്ന്
ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് 10 lakh റുപ്പീസിന് വാങ്ങിയാൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ചിലപ്പോൾ അതിന് 12 lakh ആവും, 8 lakh ആവും. പക്ഷെ ഇതിന് എന്തില്ല, ഒരു ഫിക്സ്ഡ് മാർക്കറ്റ് ഇല്ല. ഇതിനെ കൊണ്ടുപോയി ഷെയർസ് പോലെ ഇതിനെ വാങ്ങാനും വിൽക്കാനും എന്തില്ല, ഒരു ഫിക്സ്ഡ് മാർക്കറ്റ് ഇല്ല. ഇതിന് റിട്ടേൺ എങ്ങനെയാണ് ഉണ്ടാവുക, ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെയാണ് റിയൽ എസ്റ്റേറ്റിന് റിട്ടേൺ ഉണ്ടാവുന്നത്. അടുത്തത് മോർഗേജ് ആണ്. മോർഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാക്കാം. അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് എന്ത് ചെയ്യാം, ഫിനാൻസിങ് ആയി യൂസ് ചെയ്യാം. നമുക്കിത് ലീസിന് കൊടുക്കാം അല്ലെങ്കിൽ റെന്റിന് കൊടുക്കാം. ഈ ലീസിന് കൊടുക്കുമ്പോഴും റെന്റിന് കൊടുക്കുമ്പോഴും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ നീഡ്, നമ്മൾ അത് യൂസ് ചെയ്യാതെ അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഫിക്സ്ഡ് ആയിട്ട് ഒരു റിട്ടേൺ കിട്ടും. ലീസ് ആണെങ്കിൽ ലീസ് എമൗണ്ട് കിട്ടും, റെന്റ് ആണെങ്കിൽ എല്ലാ മന്തും റെന്റ് കിട്ടും. അപ്പൊ അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്തത് കമോഡിറ്റീസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബിസിനസ്. കമോഡിറ്റീസ് ആൻഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ, സാധാരണ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ് ഇൻ ദ എക്സ്പെക്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. അടുത്തത് ഗോൾഡ്, സിൽവർ ആൻഡ് ആർട്സ്. ഗോൾഡ്, സിൽവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കമോഡിറ്റീസ് ആണ്. ഈ സ്വർണമാണ് ഉദ്ദേശിക്കുന്നത്. അതിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എന്തിന്റെ ബേസിലാണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവും. നാളെ സ്വർണത്തിന്റെ വാല്യൂ കൂടും. അതിന്റെ ബേസിലാണ് ഈ ഗോൾഡും സിൽവറിലും ഡീൽ ചെയ്യുന്നത്. അടുത്തത് ആർട്സ് ആണ്. ആർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചിത്രങ്ങൾ ഒക്കെ വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരുണ്ട്, ആന്റിക്സ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇതും ഒരു കാറ്റഗറിയാണ്. കാരണം ഇതിനും എന്താണ്, ഇതിന്റെ ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ച്, അതായത് പഴക്കം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ എന്താവും, കൂടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവില് നമ്മൾ ഈ 3 ബേസിസ് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റിനെ തിരിക്കുക. നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്യൂരിറ്റി പീരീഡിൽ എത്ര വാല്യൂ ഉണ്ടാവും, റിട്ടേൺ എത്ര ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വേരിയബിൾ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ മെച്യൂരിറ്റി പീരീഡിലെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടാത്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനാണ് നമ്മൾ നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്. ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവില് ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. പകരം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മറ്റാരെങ്കിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആർ ദോസ് വേർ ഇൻവെസ്റ്റേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആരെല്ലാം എടുക്കുക, ഇൻവെസ്റ്റർ അല്ല എടുക്കുക. ഇൻവെസ്റ്റർക്ക് വേണ്ടി മറ്റേതെങ്കിലും ഒരു ഏജൻസി, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുത്തു. അപ്പൊ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് എന്ത് ചെയ്യപ്പെടുകയാണ്, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷെ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ആരാ തീരുമാനിക്കുന്നത്, ആ ഇൻഷുറൻസ് കമ്പനിയാണ് തീരുമാനിക്കുക. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ടും എന്താ ചെയ്യുന്നത്, അവരൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരുന്നു. പക്ഷെ നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഏത് ഷെയർ വാങ്ങണം, ഏത് ഷെയർ വിൽക്കണം, എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, ഇതൊന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഷെയർസിനെയാണ്, ഇങ്ങനത്തെ ഓൾട്ടർനേറ്റീവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് പെൻഷൻ ഫണ്ട്സ്. പല പെൻഷൻ ഫണ്ട്സ് ഉണ്ട്, ഗവൺമെന്റ് പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് പെൻഷൻ ഫണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളൊരു എമൗണ്ട് കൃത്യമായിട്ട് എല്ലാ മന്തും അല്ലെങ്കിൽ എല്ലാ ഇയറിലും നിങ്ങൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, വെൻ യു റീച്ച് എ സെർട്ടൈൻ ഏജ് നിങ്ങൾക്ക് എല്ലാ മന്തും റിട്ടേൺ കിട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഈ പെൻഷൻ ഫണ്ട് ഡീൽ ചെയ്യുന്ന ഏജൻസിയാണ് എന്ത് തീരുമാനിക്കുന്നത്, ആ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് യു. അതിന്റെ ഒരു റിട്ടേൺ ആണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്ത ഓപ്പർച്യൂണിറ്റി ആണ് പ്രൊവിഡന്റ് ഫണ്ട്, സെയിം ആസ് ദാറ്റ്. പിന്നെ ഇൻഷുറൻസ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ്. ചില കമ്പനീസ് ഉണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തരും. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ്. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നമ്മൾ നോക്കി നിൽക്കണ്ട, അവർ നോക്കിക്കോളും. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോളും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നോർമലി മ്യൂച്വൽ ഫണ്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ ഇത്രയും ടൈപ്പ്, ഇതിലും കൂടുതലുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും വരുന്ന ടൈപ്സ് ഇതെല്ലാമാണ്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എന്താണെന്നുള്ളത് നല്ലൊരു റീഡിങ് എടുത്തിരിക്കും. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു ഓവർവ്യൂ ആണ്, പക്ഷെ ഇതിന്റെ ഓരോന്നിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ നല്ലോണം അറിഞ്ഞിരിക്കണം. കാരണം ഇതിന്റെ കാൽക്കുലേഷൻ, ഇതിന്റെ റിസ്ക്, ഇതിന്റെ റിട്ടേൺ ആണ് നമ്മൾ ഈ പേപ്പറിൽ മൊത്തമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. Okay, so hope things are clear to you. Okay, thank you.